ഗൈസ്, വെൽക്കം ടു ദ ചാനൽ Vids. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മുട്ട ബജിയാണ്. ഇന്ന് നമ്മൾ പിള്ളേരെ സ്കൂളിൽ പോയി വരുമ്പോൾ അവർക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ചായക്കൊക്കെ കഴിക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ നമ്മളിവിടെ കുറച്ച് കടല മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിൽ എടുക്കാം. അതുപോലെ തന്നെ 4 പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു കുപ്പി വെള്ളം. അപ്പൊ ആദ്യമേ നമുക്ക് നമ്മുടെ മുട്ട നടുവേ കീറി 2 പീസാക്കാം. അപ്പൊ നമ്മുടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 8 പീസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമ്മൾ ഇവിടെ കുഴച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് ഇച്ചിരി കട്ടിക്കിരിക്കണം. നമുക്കിവിടെ എരിവൊക്കെ മുട്ടയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് നമുക്കിങ്ങനെ മുട്ടയുടെ മേലെ നൈസായിട്ട് തൂത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര നന്നായിട്ട് തൂക്കുന്നോ അത്രയും സ്പൈസി ആയിരിക്കും നമ്മുടെ മുട്ട ബോണ്ട. അപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയിലും നമ്മളിവിടെ മസാല പരട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കടലമാവിനെ എടുക്കാം. അതിലേക്ക് നമുക്കിങ്ങനെ വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ലേശം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഓവറായി പോവല്ലേ. അപ്പോൾ അത് നമ്മുടെ മുട്ടയിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളിവിടെ വെള്ളം ഫ്രീക്വൻ്റ്ലി ആഡ് ചെയ്യുന്നത്. കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ കട്ടി മതിയാവും. കാരണം നമ്മൾ ഇതിനേക്കാളും വെള്ളം ഇനിയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടേനെ അത് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിലാക്കിയത്. അപ്പം നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇങ്ങനെ കടലമാവിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിനെ എണ്ണയിലോട്ട് വിടാം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്കിതിനൊന്ന് മറിച്ചിടാം.
അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് കുറച്ച് ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കോരിയെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് റെയർ വിഡ്സ്.